രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. പലരും ഈ വാർത്ത പുറത്തു വന്ന അവസരത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങൾ ഒരുപാട് പേര് നേരിട്ട് വന്നു ഒക്കെ സംസാരിച്ചിട്ടുണ്ടായി. അന്ന് പലരും ഇപ്പോൾ കബീർജി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സുനിൽജി സൂചിപ്പിച്ചതുപോലെ സദാനന്ദ മാഷ് എന്ന പേരിനൊപ്പം ചേർത്ത് പറയുക കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവരോട് പ്രതികരിച്ചത്, നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ അക്രമത്തിന് വിധേയനായ ഒരാളെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുകയും രാഷ്ട്രപതി അതൊരു വിജ്ഞാപനത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അക്രമരാഷ്ട്രീയം ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള നിലയ്ക്കല്ല. മറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിക്കാറുള്ള നമ്മുടെ കേരളത്തോട്, കേരളത്തിൻ്റെ വികസനത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലും ജാഗ്രതയും താല്പര്യവും അതിൻ്റെ നിദാനം എന്ന നിലയ്ക്കാണ് എന്നെ നിർദ്ദേശിച്ചത് എന്നതാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, മാധ്യമ സഹോദരങ്ങളോട്. മാത്രവുമല്ല, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് ജീവൻ നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പരിക്ക് പറ്റിയവരായി കഴിയുന്നവരുണ്ട്. അത്തരത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരുടെയൊക്കെ കണ്ണീര്, അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കാണുന്ന, രാഷ്ട്രീയ രംഗത്ത് കാണുന്ന സമാധാനപൂർണമായ അന്തരീക്ഷം. ആ അന്തരീക്ഷം ശാശ്വതമായി നിലനിന്ന് കാണണം എന്നാണ് എൻ്റെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്, പ്രസ്ഥാനത്തിൻ്റെ കാര്യകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് നമ്മുടെ പഴയ കാലത്തെ ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മോദിജിയുടെ ഈ നിയോഗം, അദ്ദേഹത്താൽ എന്നിലേക്ക് വന്നുപെട്ട ഈ നിയോഗം, അദ്ദേഹം വിളിച്ച സമയത്ത് അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ചുമതല, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. കാരണം നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. 2047 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേള സമാഗതമാകുമ്പോഴേക്കും ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വികസന കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് വരണം. വികസിത ഭാരതം എന്ന 2 വാക്കുകളിലൂടെ അദ്ദേഹം അത് ജനസമക്ഷം, ലോകസമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട്. വികസിത ഭാരതം എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യം എന്ന തരത്തിലല്ല, അതൊരു ജീവിത വ്രതമായി സ്വീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യകർത്താക്കളെ, പ്രവർത്തകരെ അദ്ദേഹം ആ നിലയ്ക്ക് ഉപദേശിക്കാറുമുണ്ട്. വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിതമാകണം. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചത്. ഒന്നുകൂടി നമ്മൾ അതിനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ, വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ, വികസിത കണ്ണൂരുണ്ടാകണം. വികസിത കണ്ണൂര് സാക്ഷാത്കൃതമാകണമെങ്കിൽ വികസിത ഗ്രാമങ്ങളുണ്ടാകണം, വികസിത നഗരങ്ങളുണ്ടാകണം. അപ്പോൾ അതൊരു വലിയ ദീർഘകാലീനമായ നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്രശിരസ്കനായി അദ്ദേഹം ഏൽപ്പിച്ച ചുമതല, ദൗത്യം ഏറ്റെടുത്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് നാം ആലോചിക്കേണ്ടി വരും. കേരളപ്പിറവിക്ക് ശേഷം ദശാബ്ദങ്ങൾ നമ്മൾ പിന്നിട്ടു.
പക്ഷേ ഇപ്പോഴും നമ്മൾ കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് വരുമ്പോഴായാലും, മട്ടന്നൂരിൽ നിന്ന് നമ്മുടെ നഗരത്തിലേക്ക്, പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുമ്പോഴൊക്കെ ആയാലും വലിയ തോതിലുള്ള പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഇന്ന പ്രയാസങ്ങളെന്ന് ഞാൻ പറയാതെ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയവരും അത് ഒപ്പിയെടുത്ത് ജനസമക്ഷം അവതരിപ്പിക്കുന്നവരും അതിൽ അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കുന്നവരുമാണ്. കണക്ടിവിറ്റി എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. പ്രദേശങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന സംവിധാനങ്ങളുടെ അപര്യാപ്തത നാം നേരിടുന്നുണ്ട്. പ്രധാനമായും ഒരു രാജ്യസഭാ അംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുന്ന വേളയിൽ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. അതിൽ തന്നെയും ചില കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അത് ഈ പറയുന്ന റോഡ് ഗതാഗതം പോലെ തന്നെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. പൊതുവെ മലബാർ മേഖലയിലേക്ക് ഒരുപക്ഷെ ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് റെയിൽ ഗതാഗതം വേണ്ടത്ര പര്യാപ്തമാണെന്ന് പറയാൻ കഴിയില്ല. അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമാണ്. നമുക്കൊരു എയർപോർട്ടുണ്ട്, അനേകം വികസന സാധ്യതകളുള്ള, കണ്ണൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന, കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ, കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ അനേകം നമ്മൾ പരിശോധിച്ചാൽ അനേകം മേഖലകളുണ്ട്. ഒരു സമൂഹത്തിൻ്റെ വികാസത്തിന് ഉതകുന്ന, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, വികസനത്തിന് 3 തലങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 മേഖലകളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. വ്യവസായം, കൃഷി, സേവനം, 3 മേഖലകൾ. അതിൽ സേവന മേഖലയാണെന്ന് വളർന്ന് വികസിച്ചു വരുന്നത്. അപ്പോൾ ആ സേവന മേഖല വളർന്ന് വികസിച്ചു വരുന്ന സേവന മേഖലക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സേവന മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, ആരോഗ്യം, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ദശാബ്ദങ്ങളായി ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയും വോട്ട് വാങ്ങി അധികാരത്തിൽ വരികയും ചെയ്യുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഏതാണ്ട് 1,45,000 വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വിദേശങ്ങളിൽ പഠിക്കാനായും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ജോലി നേടി ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള പരിശ്രമത്തിലാണ്. നമുക്കെല്ലാവർക്കും ആ കണക്കുകൾ അറിയാം. ഏതാണ്ട് പ്രതിവർഷം 4,000 കോടി രൂപ വിദേശത്തേക്ക് ഈ ഇനത്തിൽ ഒഴുകിപ്പോവുകയാണ്. കേരളത്തിൽ നിന്ന് 4,000 ആണെങ്കിൽ അതിനെ 14 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? നമ്മുടെ ജില്ലയിൽ നിന്ന് എത്ര പോയിട്ടുണ്ടാവും? നമുക്ക് കണക്കാക്കി നോക്കാം. അതൊരു പരിമിതിയാണ്, അല്ലെങ്കിൽ പ്രയാസമാണ്. ആ പ്രയാസം പരിഹരിക്കാൻ നമുക്കെന്ത് വേണം? ഈ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്ന, അവർക്ക് നന്നായി പഠിക്കാനും പഠിച്ചതിന് ശേഷം ജീവിതവൃത്തി അന്തസ്സായി ജീവിക്കാനും കഴിയുന്ന ജോലി സാഹചര്യം നമ്മുടെ നാട്ടിൽ തന്നെ വേണം. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തരത്തിൽ കാർഷിക മേഖലയിൽ നാളികേര കൃഷി ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. നെൽകൃഷി ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്, വാഴകൃഷി. നമ്മുടെ കണ്ണൂരിൻ്റെ സവിശേഷതയനുസരിച്ച് അനേകം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുണ്ട്. പൊതുവെ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ലാഭകരമായ തോതിൽ കൃഷി നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന പഠനം വേണം. ഈ മേഖലയ്ക്കൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, 800 ചരക്ക് തീവണ്ടി സർവീസുകൾ ഇന്ന് ഭാരതത്തിൽ കാർഷികോൽപ്പന്നങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്ന് വെയർഹൗസുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു സർവീസ് നടക്കുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് ആളുകൾ വരാനും ലാഭകരമായി കൃഷി നടത്താനും അന്തസ്സോടെ ജീവിക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ പലരും കൃഷിയെ ഉപേക്ഷിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ, കൃഷിയിലേക്ക് അവരെ സ്വാധീനിക്കാൻ ആവശ്യമായ പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാരിന്. സ്ത്രീ സുരക്ഷ നമ്മെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ നിലയ്ക്കുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പദ്ധതികളൊക്കെ വേണ്ടും വണ്ണം വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമാണ് കേരള സർക്കാരിൻ്റെ അക്കാര്യത്തിലുള്ള പങ്കാളിത്തം പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നു എന്ന ഒരു ആരോപണം കേരളത്തിലെ രണ്ടു കൂട്ടരും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കേരളം കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം ഉപയോഗിച്ച് രണ്ടു കൂട്ടരും ഒരേ ശബ്ദത്തിൽ അത് പറയാറുമുണ്ട്.
കേരളത്തോട് അവഗണനയില്ല എന്ന് മാത്രമല്ല, നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള സംവിധാനമാണ് കേന്ദ്രത്തിലേത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രചാരണം വളരെ കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി അത് ഗൗരവത്തിൽ പരിഗണിച്ചു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ, അനുവദിച്ച ഫണ്ട് സമയത്ത് ലഭ്യമാകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ലെന്നുള്ളതാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന കാര്യം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച് അത് വിവിധ പദ്ധതികളിലൂടെ ആവട്ടെ, ഗ്രാൻറ്റുകളായിട്ടാവട്ടെ, മറ്റു രീതിയിലുള്ള സഹായങ്ങളായിട്ടാവട്ടെ, വായ്പ അനുവദിക്കുന്ന കാര്യത്തിലാവട്ടെ, ഏതൊക്കെ തരത്തിലാണ് കേരളത്തെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ധവളപത്രം പാർട്ടി പുറത്തിറക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് സത്യമെന്ന് ജനങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ സത്യം ജനങ്ങളെ അറിയിക്കുന്നത് പാർട്ടിയുടെ ഒരു ചുമതലയായി പാർട്ടി സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കൂടി പറയുകയാണ്, ഈ പറയുന്ന വികസന സംബന്ധമായ കാഴ്ചപ്പാടോടുകൂടി നാടിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വേദിയാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പാർലമെൻറ്റ്. പക്ഷെ ഞാൻ ജൂലൈ 21 സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി ആഗസ്റ്റ് 21 വരെ നീണ്ടു നിൽക്കുന്ന, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി 17 മണിക്കൂർ, രാജ്യസഭയിൽ 17.5 മണിക്കൂറും ലോക്സഭയിൽ 17 മണിക്കൂറും ചെലവഴിച്ചുള്ള ചർച്ച നടന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചുമുള്ള ചർച്ച ഇരുസഭകളിലും നടന്നിട്ടില്ല. തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ നിരന്തരമായി തടസ്സപ്പെടുത്തുന്നതാണ് കണ്ടത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിന്റെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ എത്ര സമയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് സമയം നിശ്ചയിക്കുന്നു. ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറയാൻ ലോക്സഭയിൽ പ്രധാനമന്ത്രിയും രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രിയും എന്ന നിലയ്ക്ക് നിശ്ചയിക്കുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയാൻ സന്നദ്ധനായപ്പോഴേക്കും ബഹളം ആരംഭിക്കുകയാണ്. പിന്നെ ബഹളം വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു. എത്ര ഗൗരവമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായ ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനുള്ള കാരണം, ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് പകരം മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമയനഷ്ടമുണ്ടാക്കുകയാണ്, ധനനഷ്ടമുണ്ടാക്കുകയാണ്. അപ്പോൾ അത്തരം നടപടികൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ അതിൽ നിന്ന് പിന്തിരിയണം എന്ന ഒരു അഭ്യർത്ഥന കണ്ണൂരിൽ നിന്ന് പോയ MP-മാരോടൊക്കെ അനൗപചാരികമായ സംഭാഷണത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ ഒരു സമീപനത്തിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം പ്രാദേശിക തലത്തിൽ വരെ നമുക്ക് കാണാനും കഴിയണം. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ വികസനം എന്നുള്ളത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമല്ല. പക്ഷേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വികസന സങ്കല്പങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത്, വിഘ്നമുണ്ടാക്കരുത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു പാലം പണിയണമെങ്കിൽ അത് CPM കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും BJP-കാരനായാലും RSS-കാരനായാലും എല്ലാവർക്കും ആ പാലം വേണം. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ഏത് തലങ്ങളിൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. ആ ധാരണ ഇല്ലാതിരിക്കുമ്പോഴാണ് അപ്രസക്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ക്ഷതം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് ഒരു പ്രാദേശിക സമ്മർദ്ദം രൂപപ്പെടണം. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നൊരാശയം. പ്രാദേശിക സമ്മർദ്ദം രൂപപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭാംഗങ്ങളാവുന്നവർ
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗങ്ങൾ, അങ്ങനെ വന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ MLA-മാർ, പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, ഇവരിലൂടെയൊക്കെ ഈ ആശയം പ്രസരിപ്പിക്കപ്പെടണം. അങ്ങനെ വികസന സംബന്ധമായ ഒരു ആശയം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പരിവർത്തനം നാട്ടിൽ സമാഗതമാകും. അതിന് രാജ്യസഭാംഗം എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായത്. അതിന് സാധ്യമാകുന്ന കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് സാധ്യമാക്കാൻ ഉള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.